ഡിയർ സ്റ്റുഡൻസ്, നീറ്റ് എൻട്രൻസ് എക്സാമിന് വേണ്ടി കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ 4 വീഡിയോകളായി 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. 93 ക്വസ്റ്റ്യൻസ് വരെ. അടുത്ത സെക്ഷനിൽ വീസ്റ്റോൺ ബ്രിഡ്ജും മീറ്റർ ബ്രിഡ്ജും അങ്ങനെ ഇൻസ്ട്രുമെൻസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. We can wait minimum 1 question from that area. So we can move with the question number 94. A resistance wire connected in the left gap of a meter bridge balances a 10 ohm resistance in the right gap at a point which divides the bridge wire in the ratio 3:2. If the length of the resistance wire is 1.5 meter, then the length of 1 ohm of the resistance wire is. അപ്പോൾ നമ്മൾ നമ്മുടെ മീറ്റർ ബ്രിഡ്ജിൻ്റെ സ്ട്രക്ചർ ഓർക്കുക. അപ്പോൾ അതിനകത്ത് നമ്മളുടെ ലെഫ്റ്റ് ഗ്യാപ്പ്, റൈറ്റ് ഗ്യാപ്പ് ആൻഡ് ദ മീറ്റർ ബ്രിഡ്ജ് വയർ. അപ്പോൾ ലെഫ്റ്റ് ഗ്യാപ്പിൽ പറഞ്ഞിരിക്കുന്നത് എ റെസിസ്റ്റൻസ് വയർ എന്നാണ് പറഞ്ഞിരിക്കുക. നമുക്കതിനെ എക്സ് എന്ന് നമുക്ക് കൊടുക്കാം. റൈറ്റ് ഗ്യാപ്പിൽ ഒരു റെസിസ്റ്റൻസ് ഓഫ് 10 ഓം ആണ്. അത് ബാലൻസ് ചെയ്യുന്ന ലെങ്തുകൾ, അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ആസ് L1/L2 ഈസ് ഈക്വൽ ടു ഓർ L1/100 മൈനസ് L1 എന്ന് പറയുന്നത് 3/2 ആണ്. ബാലൻസിങ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് മസ്റ്റ് ബി P/Q ഷുഡ് ഈക്വൽ ടു R/S. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം എക്സ് ഡിവിഷൻ ബൈ 10 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 3/2. So x is equal to 30/2 as 15. That is very important. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലെങ്ത് ഓഫ് ദാറ്റ് 15 ഓം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ആസ് ഇസ് ഈക്വൽ ടു 1.5 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ദ ലെങ്ത് ഓഫ് 1 ഓം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു ദാറ്റ് 1.5 ബൈ that 15. So that is equal to 10 to the power of minus 1. So we can say A as the answer. So we can move with the question number 95. In the circuits shown below, the readings of the voltmeters and the ammeters will be. ഇപ്പോൾ 2 കേസസ് ആണ് നമുക്ക് തരിക. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ്, നമ്മുടെ വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത് ഒരു ഹൈ റെസിസ്റ്റൻസ് ഡിവൈസ് ആണ്. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻ്റ് വൺ. അപ്പോൾ ഐഡിയൽ ആയിട്ടുള്ള ഒരു വോൾട്ട് മീറ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. അതോടൊപ്പം നമ്മൾ അമീറ്റർ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർക്കേണ്ട ഒരു കാര്യം, അത് വളരെ ലോ റെസിസ്റ്റൻസ് ഡിവൈസാണ്. അപ്പോൾ ഐഡിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ അമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് 0 ആയിരിക്കും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ആ വോൾട്ട് മീറ്ററിനെ ഹൈ റെസിസ്റ്റൻസ് കൺസെപ്റ്റായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിലേക്കുള്ള കറണ്ട് ഇല്ല എന്നുള്ള കാര്യം ഓർക്കുക. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻ്റ് വൺ. അപ്പോൾ ആ ആമിനെ നമുക്ക് ഒഴിവാക്കിയെടുത്താൽ സിമ്പിളായിട്ട് നമുക്ക് I1 I2 കണ്ടുപിടിക്കാം. എങ്ങനെയാണ് I1? അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിവിഷൻ ബൈ അവിടുത്തെ റെസിസ്റ്റൻസ്, സോ 1 ആംപിയർ ആയിരിക്കും. അതേ കൺസെപ്റ്റ് തന്നെ ഇവിടെ വരുമ്പോഴും ദാറ്റ് 10 ഓം ഈസ് ഇൻ കണക്ഷൻ വിത്ത് 10 വോൾട്ട്. സോ 10 ഡിവിഷൻ ബൈ 10 ബിക്കം 1 ആംപിയർ. സോ I1ഉം I2ഉം ഈക്വൽ ആണ് എന്നുള്ള കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മൾ വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത് കണക്ട് ചെയ്തിരിക്കുന്നതും സെയിം ആയിട്ടുള്ള റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടാണ് വരിക. അപ്പോൾ സ്വാഭാവികപരമായിട്ടും അപ്പോൾ ഈ V2വിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് അല്ലെങ്കിൽ V1ലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 2 കേസസിലും വളരെ മിനിമമാണ്. അതുകൊണ്ട് തന്നെ സെയിം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് അത് അളക്കുന്നതും. സോ വി ക്യാൻ ടേക്ക് C as the answer. We can move with the question number 96. The reading of an ideal voltmeter in the circuit shown is. അപ്പോൾ ഐഡിയൽ വോൾട്ട് മീറ്റർ എന്ന് പറയുമ്പോൾ ഓർക്കണം ഹൈ റെസിസ്റ്റൻസ് ആണ്, ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ആണ്. ആ ആമിൽ എന്ന് അതിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ
ഈ പോയിന്റിനും ഇതിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യലാണ്. നമുക്കതിനെ ഒന്ന് ലേബൽ ചെയ്താൽ, സേ ദിസ് ഈസ് പോയിന്റ് ഈസ് എ, ദിസ് വൺ ഈസ് ബി, ആൻഡ് ദിസ് വൺ ഈസ് സി, ആൻഡ് ദിസ് വൺ ഈസ് ഡി. സോ പൊട്ടൻഷ്യൽ അക്രോസ് ബി ആൻഡ് പൊട്ടൻഷ്യൽ അക്രോസ് ഡി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികപരമായിട്ടും ഇപ്പോൾ വി ഇല്ല അല്ലേ, കാരണം ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ എയിലേക്ക് വരുന്ന ആ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് അത് 2 ആമിലൂടെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോവുകയാണ് അല്ലേ, ആസ് I1 ആൻഡ് I2. എന്താണ് I1 ആൻഡ് I2? എന്താണ് ക്യാപിറ്റൽ ഐ? അപ്പോൾ ക്യാപിറ്റൽ ഐ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത് അവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നത് 2 ആണ്. സോ ദാറ്റ് ഐ ഈസ് ഈക്വൽ ടു ദാറ്റ് 2 ഡിവിഷൻ ബൈ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എഫക്റ്റീവായിട്ടുള്ള അവൻ്റെ റെസിസ്റ്റൻസ് ആണ്. ലുക്ക്, ഇവിടെ 20യും ദാറ്റ് 30യും 50 ആണ്, ഇവിടെ 30യും 20യും 50 ആണ്. 2 50 ഓം റെസിസ്റ്റൻസസ് പാരലായിട്ടൊരു സർക്യൂട്ടിൽ വരുമ്പോൾ അതിൻ്റെ എഫക്റ്റീവ് വാല്യൂ 25 ആയിരിക്കുമെന്ന് നമുക്കറിയാം. സോ 2/25 ആണ് അവിടുത്തെ വാല്യൂ. അങ്ങനെയാണെങ്കിൽ 2 ഈക്വൽ ആമിലെ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് I1 എന്ന് പറയുന്നത് ഇതിൻ്റെ by2 ആയിരിക്കും. ദാറ്റ് ഈസ് 1/25. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അതേപോലെ തന്നെ നമുക്ക് പറയാം I2 എന്ന് പറയുന്നതും അതേ വാല്യൂ തന്നെയായിരിക്കും, കാരണം 2 ആമിലെയും റെസിസ്റ്റൻസ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിന്റ് എ മൈനസ് പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിന്റ് ബി ഈസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അവിടെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഇൻറ്റു അവിടുത്തെ റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് എടുക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഡിവിഷൻ ബൈ 5. ഇതിൻ്റെ സെയിം മാനറിൽ എക്കും ഡിക്കും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ദാറ്റ് ഈസ് വി എ മൈനസ് വി ഡി, ദാറ്റ് ഈസ് ഈക്വൽ ടു അഗെയിൻ ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ് ഇൻ ടു അവിടുത്തെ ആ ആമിലെ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന 30 നമ്മൾ കൺസിഡർ ചെയ്താൽ നമുക്ക് 6/5 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഫസ്റ്റ് വാല്യൂവിൽ നിന്ന് സെക്കൻഡ് വാല്യൂ നമുക്ക് സബ്ട്രാക്ട് ചെയ്താൽ വി എ ക്യാൻസലായി മാറുകയും വി ഡി പ്ലസ് ആയിട്ട് മാറുന്നു. സോ വി ബി പ്ലസ് വി ഡി ദാറ്റ് ഈസ് ഈക്വൽ ടു 4/5 മൈനസ് 6/5. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 2/5. വി ഗെറ്റ് ദ ആൻസർ. സി ഇവിടെ വി ബി മൈനസ് വി ഡി ആണ്. സോ വി ബി minus VD is equal to, that becomes 2/5, that is equal to 0.4 volt. So ഈ ഒരു പാറ്റേൺ നമുക്ക് ഉപയോഗിച്ച് നമുക്ക് വോൾട്ട് മീറ്ററിൻ്റെ റീഡിങ് നമുക്ക് കണ്ടുപിടിക്കാം. We can move with the question number 97. The meter bit shown is in balanced position as P/Q is equal to L1/L2. If we now interchange the position of the galvanometer and the cell with the bridge work, if yes, then what will be the condition? ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഇഫ് വി ഇൻ്റർചേഞ്ച് ദാറ്റ് ഗാൽവനോമീറ്റർ ആൻഡ് ദ സെൽ, അവിടെ വീണ്ടും ബാലൻസിങ് കണ്ടീഷൻ ഒബേഡ് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. അതുകൊണ്ട് തന്നെ വി ക്യാൻ ഈസിലി സേ ദാറ്റ് P/Q should equal to L1/L2. നമുക്ക് ഒരു സാമ്പിളായിട്ട് ഒരു വീസ്റ്റോൺ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കേസ് എടുത്തിട്ട് ഈ ഒരു ഡിഫറൻസ് എടുത്ത് വീണ്ടും നമുക്ക് കൺസിഡർ ചെയ്യുമ്പോൾ അതേ ബാലൻസ് ലെങ്ത് നമുക്ക് കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും. We can move with the question number 98. A potentiometer is an accurate and versatile device to make electrical measurements of EMF because the method involves, വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ദർ ഈസ് നോ കറണ്ട് ഫ്ലോസ് ത്രൂ ദ ഗാൽവനോമീറ്റർ എന്ന് വെച്ചാൽ അവൻ പ്രവർത്തിക്കുന്നത് നൾ മെത്തേഡ് എന്നുള്ള കോൺസെപ്റ്റിലാണ്. നമ്പർ 99. A potentiometer wire is 100 cm long and a constant potential difference is maintained across it. Two cells are connected in series, first to support one another and then in opposite direction. The balance points are obtained at 50 cm and 10 cm from the positive end of the wire in the two cases. The ratio of EMF is. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, അവൻ്റെ പൊട്ടൻഷ്യോമീറ്റർ ലെങ്ത് പറയുന്നുണ്ട്. അപ്പോൾ ബാലൻസിങ് പോയിന്റ് 2 കേസസിലും സീരീസോടെ കണക്ട് ചെയ്യുമ്പോൾ, ദാറ്റ് ഈസ് വി ക്യാൻ റൈറ്റ് ടു ബി E1 + E2.
അപ്പോൾ കിട്ടുന്ന ബാലൻസ് ലെങ്ത് നമുക്ക് L1 എന്ന് കൊടുക്കാം. രണ്ടാമത് പറയുന്നത് സി ഇൻ ഓപ്പോസിറ്റ് ഡിറക്ഷൻ എന്ന് പറയുമ്പോൾ അത് E1 മൈനസ് E2 ആയിട്ട് എടുക്കാം. ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു L2. ഇവ തമ്മിലൊന്ന് ഡിവൈഡ് ചെയ്തെടുത്താൽ E1 പ്ലസ് E2 ബൈ ദാറ്റ് E1 മൈനസ് E2 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു L1 ബൈ L2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 50 by 10 centimeter, that is equal to 5. ഒന്ന് ക്രോസ് ചെയ്താൽ we can write as E1 plus E2, that should equal to 5E1 minus 5E2, that is equal to 6E2 is equal to 5E1 minus E1, that is equal to 4E1. That means E1 by E2, it to take the value as is equal to is 3 by 2. So we get the D choice as the answer. We can move with the question number 100. A potentiometer Y has length 4 meter and a resistance of 8 meter. നമുക്ക് ആ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ വയറിനെ നമുക്ക് ഇങ്ങനെ, സോ ദാറ്റ് ഇൻവോൾവ്സ് ഇൻ ബിറ്റ്വീൻ ദ പൊസിഷൻ എ ആൻഡ് ബി. സോ ആ RAB ആണ് നമുക്ക് തന്നിരിക്കുന്നത് 8 ohm ആയിട്ട്. അവൻ്റെ ലെങ്ത് ആണ് നമുക്ക് 4 meter ആയിട്ട് നമുക്ക് തന്നിരിക്കുക. The resistance that must be connected in series with the wire and an accumulator of EMF 2 volt so as to get a potential gradient of 1 millivolt per centimeter. അപ്പോൾ എയിൽ നിന്ന് നമുക്കൊരു സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു റെസിസ്റ്റൻസ് R കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ EMF എന്ന് പറയുന്നത് നമുക്ക് 2 volt ആയിട്ട് അറിയാം എങ്കിൽ R എന്തുമാത്രമെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ ആദ്യം മനസ്സിൽ വരേണ്ട എന്താണ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. സോ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എലോങ് ദ വയർ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ അക്രോസ് AB ഡിവിഷൻ ബൈ ലെങ്ത് ഓഫ് AB എന്നാണ്. അപ്പോൾ സ്വാഭാവികപരമായിട്ടും പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണോ ദാറ്റ് മച്ച് ഇൻ ടു റെസിസ്റ്റൻസ് ഓഫ് AB ഡിവിഷൻ ബൈ ലെങ്ത് ഓഫ് AB. എന്താണ് അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്? അത് EMF ഡിവിഷൻ ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ റെസിസ്റ്റൻസ് ഓഫ് ദ പൊട്ടൻഷ്യോമീറ്റർ വയർ പ്ലസ് നമുക്ക് കണ്ടുപിടിക്കേണ്ട R ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ഇൻ ടു RAB ഡിവിഷൻ ബൈ ലെങ്ത് ഓഫ് ദ AB. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്നത്. എന്താണ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്നത്? ഇവിടെ തന്നിരിക്കുന്നത് 1 millivolt per centimeter ആണ്. അപ്പോൾ ആ 1 millivolt per centimeterനെ we can write to be equal to, സോ ലെങ്ത് എന്ന് പറയുന്നത് സെൻറ്റിമീറ്ററിലേക്കാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ നമുക്ക് ഇവിടെ 1 millivolt ആസ് 10 to the power of -3 volt per centimeter ആയിട്ട് തന്നെ നമുക്ക് എഴുതാം. EMF എന്ന് പറയുന്നത് 2 ആണ്. RAB എന്ന് പറയുന്നത് 8 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് R ആണ്. സോ 8 ഡിവിഷൻ ബൈ ലെങ്ത് എന്ന് പറയുന്നത് 4 meter ആണ്. നമുക്ക് സെൻറ്റിമീറ്ററിലേക്ക് അത് 400ലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ദാറ്റ് 400 into 10 to the power of -3 എന്ന് പറയുന്നത് 0.4 ആയിട്ട് മാറുകയാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 8 into 2 as a 16 division by that R plus 8 ആണ്. 4ഉം 16ഉം നമുക്ക് എടുക്കുമ്പോൾ അത് 0.1 ആയിട്ട് എടുക്കാം. സോ ആ 0.1 ഇപ്പുറത്തേക്ക് വരുമ്പോൾ അത് 40 ആയിട്ട് മാറുന്നു. Therefore, R plus 8 എന്ന് പറയുന്നത് 40 ആയിട്ട് മാറുമ്പോൾ we get the value for R is equal to 32 ohm ആയിട്ട് നമുക്ക് എഴുതാം. That means D as the answer. So we can move with the question number 101. അപ്പോൾ അതിനകത്ത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ്, a potentiometer wire of length capital L and a resistance small r are connected in series with a battery of EMF E0 and a resistance small r1. An unknown EMF capital E is balanced at length L of the potentiometer wire. The EMF capital E will be given by. അപ്പോൾ അവിടെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ട ഒരു കാര്യം, ഇവിടെ നമുക്കറിയാം അവിടുത്തെ EMF ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഒരു കാര്യം അൺനോൺ EMF ആയിട്ട് E ആണ് പറയുന്നത്, പക്ഷേ ബാലൻസ് ചെയ്തിരിക്കുന്നത് L ആണ്.
സി പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് ഇൻറ്റു പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് ഇൻറ്റു ലെങ്ത്. നമ്മൾ ബാലൻസ് ലെങ്ത് കണ്ടുപിടിച്ചാൽ നമുക്കറിയാൻ പറ്റും ആ അൺനോൺ ഇ എം എഫിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. എന്താണ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്? പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ട മാതിരി തന്നെ നമ്മുടെ പ്രൈമറി സർക്യൂട്ടിലെ പറയുന്ന ഇ എം എഫ് എന്ന് പറയുന്നത് E0. യെസ്, E0 I ഇൻറ്റു ആർ. അതിൽ ഫ്ലോ ചെയ്യുന്ന നമുക്കറിയാം ഇവിടുത്തെ റെസിസ്റ്റൻസ് ഓഫ് ദി വയർ ആറായിട്ടാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. യെസ്, പൊട്ടൻഷ്യോമീറ്റർ വയർ ഓഫ് ലെങ്ത് എല്ലാണ്, റെസിസ്റ്റൻസ് സ്മോൾ ആർ ആണ്. അപ്പോൾ 6 ഡിവിഷൻ ബൈ ദറ്റ് ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്റ്റേണലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന R1 പ്ലസ് നമ്മുടെ പൊട്ടൻഷ്യോമീറ്റർ R ബൈ L. ഇതാണ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ബാലൻസ് ലെങ്ത് എന്ന് പറയുന്നത് L. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കുക, സെക്കൻഡറി സെല്ലായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നതിൻ്റെ വാല്യൂ എന്താണ്. അപ്പോൾ ഈ ഒരു പൊട്ടൻഷ്യോമീറ്റർ വയറിലെ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് ഇത്രയാണെങ്കിൽ ഇൻറ്റു ബാലൻസ് ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. പക്ഷേ എന്താണ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്? ആദ്യം ആ പൊട്ടൻഷ്യോമീറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഇൻറ്റു ആ പൊട്ടൻഷ്യോമീറ്റർ വയറിലെ റെസിസ്റ്റൻസ് എടുക്കുമ്പോഴാണ് നമുക്കത് കിട്ടുക. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എങ്ങനെ എങ്കിൽ നമുക്ക് ഉത്തരത്തിലേക്ക് വരാൻ പറ്റും. സോ വി ഗെറ്റ് ദ ആൻസർ ആസ് ദ ഫസ്റ്റ് ചോയ്സ്. We can move with the question number 102. The resistance in the two ends of the meter bridge are 5 ohm and R ohm respectively. When the resistor R is shunted with an equal resistance, the new balancing point is 1.6 L1. The resistance capital R is. ആദ്യം നമുക്ക് L1 ബാലൻസ് ലെങ്ത് വരുന്ന സമയത്ത് ആ ഷണ്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കുക. ആ സമയത്ത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആദ്യത്തെ കേസ് ഫസ്റ്റ് കണ്ടീഷനായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത് 5 ഡിവിഷൻ ബൈ ക്യാപിറ്റൽ R എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു L1 ഡിവിഷൻ ബൈ 100 മൈനസ് L1 ആണ്. രണ്ടാമത്തെ കേസിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അവിടെ ഓർത്തിരിക്കേണ്ടത് ആ ക്യാപിറ്റൽ ആറിനോടൊപ്പം മറ്റൊരു R എന്ന് പറയുന്നത് പാരലോടെ കണക്ട് ചെയ്യുന്നത് കൊണ്ട് അവൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R/2 ആയിട്ട് മാറുകയാണ്. പക്ഷെ അപ്പോൾ ബാലൻസ് ലെങ്ത് കിട്ടുന്നത് 1.6 L1 ആണ്. അപ്പോൾ 100 മൈനസ് ഓഫ് L1 പകരം 1.6 L1 ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സ്റ്റെപ്പിനെ തന്നെ നമ്മളൊന്ന് സോൾവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ 2 ഇൻറ്റു 5/R. 5/R എന്ന് പറയുന്നത് നമുക്കറിയാം L1 ഡിവിഷൻ ബൈ 100 മൈനസ് L1 എന്ന് പറയുന്നത് വി ക്യാൻ റൈറ്റ് ടു ബി 1.6 L1 ഡിവിഷൻ ബൈ 100 മൈനസ് 1.6 L1 എന്ന് നമുക്ക് എഴുതാം. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ദ കൺസെപ്റ്റ് എസ് ഇസ് ഈക്വൽ ടു L1 ഈസ് ഈക്വൽ ടു, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 25 സെൻറ്റിമീറ്റർ. സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ ക്യാപിറ്റൽ ആർ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ the capital R is equal to that 5 into 100 minus L1, 100 minus 25, that is equal to 75 division by that 25. So that is equal to 5 into 3. We get the answer as 15 ohm. So B as the choice. We can move with the question number 103. See, a potentiometer circuit has been set up for finding the internal resistance of a given cell. The main battery used across the potentiometer wire has an EMF of 2 volt and a negligible internal resistance. The potentiometer itself is 4 meter long when the resistance are connected across the given cell has values of infinity and 9.5 ohm. The balance length on the potentiometer wire are found to be 3 meter and 2.85. അപ്പോൾ ഇൻഫിനിറ്റി എന്നൊരു കണ്ടീഷൻ പറയുമ്പോൾ ക്യാപിറ്റൽ ആറിനെ സർക്യൂട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത സിറ്റുവേഷനിൽ 3 മീറ്ററും എന്ന് പറഞ്ഞാൽ ഇ എം എഫ് എന്ന് പറയുന്നത് മെഷർ ചെയ്യപ്പെട്ടിരിക്കുന്ന വളരെ കൃത്യമായിട്ടുള്ള ബാലൻസ് ലെങ്ത് ആണ് 3 മീറ്റർ ആയിട്ട് പറയാം. രണ്ടാമത്തെ കേസിൽ പൊട്ടൻഷ്യൽ എന്നുള്ള കൺസെപ്റ്റ് വരുമ്പോൾ ദ ബാലൻസ് ലെങ്ത് എന്ന് പറയുന്നത് L2 ആണ്, അത് 2.85 ആയിട്ടാണ് തന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ ദ വാല്യൂ ഓഫ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്
സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ദാറ്റ് വാല്യൂ ഓഫ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു L1/L2 minus 1 into that capital R. So that is equal to എന്താണ് L1/L2? 3 division by 2.85 minus 1, that much into 9.5. So that is equal to 1.0526 minus 1 into 9.5. So we get the answer as roughly 0.5 ohm. That is a C as the answer. We can move with the question number 104. The resistance of the 4 amps P, Q, R, S in a Wheatstone bridge are 10 ohm, 30 ohm, 30 ohm and 90 ohm. The EMF and the internal resistance of the cell എന്ന് പറയുന്നത് that is 7 volt and 5 ohm respectively. If the galvanometer resistance is 50 ohm, the current drawn from the cell will be. So ഇവിടെ നിന്ന് ഫ്ലോ ചെയ്യുന്ന വീസ്റ്റോൺ ബ്രിഡ്ജിലേക്കുള്ള കറണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം ബാലൻസ്ഡ് കണ്ടീഷൻ വരുമ്പോൾ ഇവൻ്റെ ആർ എഫക്റ്റീവ് നമുക്ക് കണ്ടുപിടിച്ചാൽ സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 10 plus 30, that is 40, that is in parallel with 30 plus 90 as 120. So 40 into 120 by that 40 plus 120 as 160. Roughly we get the answer as 30 ohm. അങ്ങനെയാണെങ്കിൽ ദ കറണ്ട് ഫ്ലോ ചെയ്യുക എന്ന് പറയുന്നത് IMF 7 division by R effective ആയിട്ട് 30 plus internal resistance 5. So 7 by 35, that is equal to 1/5. We get the answer as 0.2 ampere. So A is the answer. We can move with the question number 105. In the circuit shown in the cells A and B have a negligible resistance. VA equal to 12 volt, R1 equal to 500 ohm and capital R is equal to 100 ohm. The galvanometer capital G shows no deflection. The value of VB is. അപ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു കാര്യം, ഗാവനോമീറ്റർ ഷോസ് നോ ഡിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ അതിലൂടെയുള്ള കറണ്ട് ഫ്ലോ ഇല്ല എന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ സ്വാഭാവികപരമായിട്ടും R1ഉം ക്യാപിറ്റൽ ആറും സീരീസ് എന്നൊരു ആസ്പെക്റ്റിലേക്ക് വരില്ലേ. R1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 500ഉം R എന്ന് പറയുന്നത് 100ഉം ആകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് അതിലൂടെയുള്ള കറണ്ട് എന്ന് പറയുന്നത് that potential, that is 12 volt division by that 500 plus 100 ആയിട്ട് നമുക്ക് എടുക്കാം. That is equal to 12 by 600. So that is equal to 2 by 100. So 2 into 10 to the power of minus 2. അതാണ് അതിലൂടെ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ അക്രോസ് ആർ ആണ്. അപ്പോൾ അതിലൂടെ ഫ്ലോ ചെയ്യപ്പെടുന്ന ദ വാല്യൂ ഓഫ് വി ബി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതൊരു പാരലൽ കൺസെപ്റ്റ് വരുമ്പോൾ ആറിന് അക്രോസ് ആയിട്ട് എത്ര പൊട്ടൻഷ്യൽ ഉണ്ടോ അത് തന്നെയായിരിക്കും വി ബിക്ക് അക്രോസ് ആയിട്ടും വരിക. അപ്പോൾ വി ആർ എന്ന് പറയുന്നത് അതിലൂടെ ഫ്ലോ ചെയ്യുന്ന ഐ കറണ്ട് ഇൻറ്റു അവൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ ആണ്. ഐ എന്ന് പറയുന്നത് 2 into 10 to the power of minus 2 into that 100. So that is equal to 2 volt ആയിട്ട് നമുക്ക് ഉറപ്പിക്കാം. We get the choice as the second one. We can move with the question number 106. A potentiometer circuit is set up as shown. The potential gradient across the potentiometer wire, the potential gradient that is given as K volt per centimeter, and the ammeter present in the circuit reads 1 ampere when two-way K is switched off. The balance points when the key between the terminals 1 and 2, 1 and 3 is plugged in are found to be at length L1 centimeter and L2 respectively. അപ്പോൾ 1ഉം 2ഉം വരുമ്പോൾ ഒരുമിപ്പിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ആറാണ് ഇൻ ദ സർക്യൂട്ടിലേക്ക് വരുന്നത് അല്ലേ. അപ്പോൾ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ ആണെങ്കിൽ ഐ ഇൻറ്റു ആറാണ് അവിടുത്തെ പൊട്ടൻഷ്യൽ എങ്കിൽ ഇറ്റ് ഈസ് സിംപ്ലി ദ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് ഇൻ ടു ദാറ്റ് ലെങ്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു L1. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടുത്തെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 1 ആംപിയർ ആയതുകൊണ്ട് ആർ എന്ന് പറയുന്നത് നമുക്ക് KL1 ആയിട്ട് നമുക്ക് പറയാം. രണ്ടാമത് 1ഉം 3ഉം തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ആ സർക്യൂട്ടിനുള്ളിലേക്ക് വരുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R plus X ആണ്. അപ്പോൾ I ഇൻറ്റു R plus X ഇൻ ദ സർക്യൂട്ട് എന്ന് പറയുന്നതാണ് അവിടുത്തെ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് ഇൻറ്റു ലെങ്ത്. അപ്പോൾ അവിടുത്തെ ലെങ്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കൺസെപ്റ്റ് L2 ആണ്.
സോ R plus X എന്ന് പറയുന്നത് we get the value as K into L2. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് KL2 മൈനസ് R എന്ന് പറയുന്നത് KL1 ആണ്. സോ K into L2 മൈനസ് L1 ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് അറിയാമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും. സോ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് സെക്കൻഡ് ചോയ്സ് ആൻസറായിട്ട് പറയാം. നമ്പർ 107. 3 resistances P, Q, R, each of 2 ohm, and an unknown resistance S from the 4 amps of a Wheatstone bridge circuit. When a resistance of 6 ohm is connected in parallel to S, the bridge gets balanced. Then what is the value of S? അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരണം ആദ്യം ആ വീസ്റ്റോൺ ബ്രിഡ്ജിൻ്റെ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇവിടുത്തെ ആ പി ക്യു, ഇത് ആർ, ഇത് എസ് ആണ് എന്നിരിക്കട്ടെ. അപ്പോൾ ഇവിടെ ഈ പിയും ക്യു ആറും എല്ലാം 2 ഓം വീതമാണ് വരിക. ഒരു അൺനോൺ റെസിസ്റ്റൻസ് എസ് ആണ് ഇവിടെ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ പിന്നെ റെസിസ്റ്റൻസ് ഓഫ് 6, അപ്പോൾ ഈ എസ് എന്ന് പറഞ്ഞ് ഓൾറെഡി ഉള്ള ഇതിനെ പാരലായിട്ട് ഒരു 6 ഓം ഈസ് കണക്റ്റ് ചെയ്യുമ്പോൾ ബ്രിഡ്ജ് ബാലൻസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പി ബൈ ക്യൂ എന്ന് പറയുമ്പോൾ 2/2 ഈക്വൽ ടു ആർ ബൈ, അപ്പോൾ ഇവിടെ നമുക്ക് എസിനോടൊപ്പം 6 ഓം പാരലായിട്ട് കണക്ട് ചെയ്യാം. നമുക്ക് എങ്ങനെ എഴുതാം? എസ് ഇൻറ്റു 6 ഡിവിഷൻ ബൈ 6 പ്ലസ് എസ് ആയിട്ട് നമുക്കെടുക്കാം. ഇവിടെ ആറും 2 ഓം ആണെന്നുള്ള കാര്യം മറക്കരുത്. സോ 2 ക്യാൻസലായിട്ട് നമുക്ക് എഴുതാം. സോ ഒരു 2, അപ്പോൾ അത് 3 ആയിട്ട് മാറി. അപ്പോൾ 3S എന്ന് പറയുന്നത് 6 പ്ലസ് എക്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് 2S ഇസ് ഈക്വൽ ടു 6 ആകുന്നു. സോ എസ് ഇസ് ഈക്വൽ ടു നമുക്ക് 3 ആയിട്ട് നമുക്ക് എഴുതാം. ദാറ്റ് മീൻസ് എ ആസ് ദി ആൻസർ. We can move with the question number 108. In the circuit shown, if a conducting wire is connected between the points A and B, the current in this wire will be. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഇവിടുത്തെ പോയിന്റ് സി ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ സി എക്കിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ സി ബിക്കിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ അറിയുകയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ നിന്ന് വരുന്ന ടോട്ടൽ കറണ്ട് നോക്കുന്ന സമയത്ത് ഇവിടെ 4 ഓം ആണുള്ളത്, ഇവിടെ 1 ഓം ആണുള്ളത്. അപ്പോൾ സി എക്ക് അക്രോസ് ആയിട്ടുള്ള ഹൈ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ കൂടുതലായിരിക്കും. അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും എ എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ലെസ് ആയിരിക്കും കമ്പയർഡ് ടു ബി. അതുകൊണ്ട് കറണ്ട് വിൽ ഫ്ലോ ഫ്രം ബി ടു എ. സോ വി ഗെറ്റ് ദ ചോയ്സസ് സി ചോയ്സ്. വി ക്യാൻ മൂവ് വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 109. For the network shown in the figure, the value of current I എന്താണെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമ്മൾ ജസ്റ്റ് അനലൈസ് ചെയ്യുമ്പോൾ അതൊരു വീസ്റ്റോൺ ബ്രിഡ്ജ് ആണെന്ന് നമുക്കറിയാം. 4/2 എന്ന് പറയുന്നത് 6/3ക്ക് ഈക്വൽ ആയതുകൊണ്ട് തന്നെ നമുക്കിതിനെ അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ആ സർക്യൂട്ട് ഇക്വലൻ്റ് ആയിട്ട് നമുക്കറിയാം 4ഉം 2ഉം തമ്മിൽ സീരീസ് ആണ്. സോ 6 ആയി, 6ഉം 3ഉം തമ്മിൽ സീരീസ് ആണ്. അപ്പോൾ 9 ആയിട്ട് കിട്ടി. സോ 6 ഇൻറ്റു 9 ഡിവിഷൻ ബൈ 9 പ്ലസ് 6 15 ആയിട്ട് നമുക്ക് എഴുതാം. സോ നമുക്ക് സോൾവ് ചെയ്യുന്ന സമയത്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു സോ ദാറ്റ് ഈസ് ദ ആർ എഫക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് കറണ്ടാണ് അല്ലേ. അപ്പോൾ കറണ്ട് എന്ന് പറയുമ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യൽ വി ഡിവിഷൻ ബൈ ദറ്റ് ആർ എഫക്റ്റീവ് ദാറ്റ് ഈസ് 6 ഇൻറ്റു 9 ഡിവിഷൻ ബൈ ഇറ്റ് ബിക്കം 15. സോ ഇവിടെ അത് 3 ആയിട്ട് നമുക്ക് എടുക്കാം. ഇത് 3 ആകാം. സോ 3/18 ദാറ്റ് മച്ച് ഇൻറ്റു 3 ഇവിടെ 5 ആണ്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ 5/18 ഇൻറ്റു വി ആയിട്ട് നമുക്ക് പറയാം. സോ വി ഗെറ്റ് ദ ആൻസർ ആസ് എ ഡി ചോയ്സ്. Look the 110. The 5 equal resistors, which of resistance capital R are connected as shown in the figure. A battery of V volts is connected between A and to B. The current flowing through A, F, C, E, B. A, F, C, E, B. അപ്പോൾ നമ്മൾ ഓർക്കുക ഇതൊരു വീസ്റ്റോൺ ബ്രിഡ്ജ് സർക്യൂട്ടാണെന്ന് ഓർക്കണം. ഈ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് ഈ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഗാവനോമീറ്ററാണ്. ഇവൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം ക്യാപിറ്റൽ ആർ എന്ന് നമുക്കറിയാം, സിമ്പിളാണ്.
അതുകൊണ്ട് തന്നെ ഇതിലൂടെ കൂടെ ഫ്ലോ ചെയ്യുന്ന ടോട്ടൽ കറണ്ട് ഇൻ ദ സർക്യൂട്ട് എന്ന് പറയുന്നത് അവിടുത്തെ EMF ഡിവിഷൻ ബൈ R ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ എല്ലാം ഈക്വൽ റെസിസ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കൺസെപ്റ്റ് അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ടോട്ടൽ കറണ്ട് രണ്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് പോവുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തന്നിരിക്കുന്ന സർക്യൂട്ട് എന്ന് പറയുന്ന FCE അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുമ്പോൾ ഇങ്ങനെയായിരിക്കും കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ടോട്ടലായിട്ടുള്ള കറണ്ടിൻ്റെ ബൈ 2 ആയിരിക്കും ആ ആമിലോട് വരിക. സോ V ഡിവിഷൻ ബൈ 2R ആയിട്ട് നമുക്ക് പറയാം. We can move with the question number 111. In a Wheatstone bridge, all the 4 arms have equal resistance R. If the resistance of the galvanometer arm is also R, the equivalent resistance of the combination as seen by the battery is, നമുക്കറിയാം equivalent resistance എന്ന് പറയുന്നത് ക്യാപിറ്റൽ R തന്നെ ആയിരിക്കും. 112. If the specific resistance of the potentiometer wire is 10 to the power of minus 7 ohm meter, the current flow through it is 0.1 ampere and the cross-sectional area of the wire is 10 to the power of minus 6, then the potential gradient will be. So potential gradient എന്ന് പറയുന്നത് അവിടുത്തെ potential division by length ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. So that is I into R division by that separation. പക്ഷേ നമുക്കറിയാം ദാറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് റെസിസ്റ്റിവിറ്റി ഇൻറ്റു ലെങ്ത് ബൈ ഏരിയ ആയിട്ട് എടുക്കാം. സോ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് 0.1 ആണ്. ദാറ്റ് ഡിവിഷൻ ഇൻറ്റു ദ സ്പെസിഫിക് റെസിസ്റ്റൻസ് 10 to the power of minus 7 ഇൻറ്റു ദാറ്റ് ഇവിടെ തന്നിരിക്കുന്ന ഒരു പോയിൻ്റ് ഓർക്കുക. ദാറ്റ് ലെങ്ത് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം, കാരണം അത് രണ്ടും സെയിം ആണ്. That division by that area, it is 10 to the power of minus 6. So we get the answer as 10 to the power of minus 2 as A as the answer. So we can move with the question number 13. Potentiometer measures the potential more accurately because അത് ഓപ്പൺ സർക്യൂട്ടിൽ എന്ന് വെച്ചാൽ കറണ്ട് ഫ്ലോ ചെയ്യാത്ത സർക്യൂട്ടിലാണത് മെഷർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നൾ മെത്തേഡിലാണെന്നുള്ള കാര്യം ഓർക്കുക. 114. 5 റെസിസ്റ്റൻസ് ഹാവ് ബീൻ കണക്റ്റഡ്. ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ A ആൻഡ് B. നമ്മൾ വീസ്റ്റോൺ ബ്രിഡ്ജിൻ്റെ മോഡലിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഓർക്കുക 3ഉം 4ഉം ഇൻ സീരീസ് ആണ്. അപ്പോൾ കാരണം 3/4 = 6/8 ആണ്. അപ്പോൾ നമുക്ക് 7 ഓമിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ A ആൻഡ് B കണ്ടുപിടിക്കുമ്പോൾ 3ഉം 4ഉം that is 7 ohm, that is in parallel with 8 plus 6, so that is equal to 8 plus 6 ആണ്. so that is equal to 14. അങ്ങനെയാണെങ്കിൽ അവയുടെ എഫക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത് 7 into 14/21 ആണ്. so 7 21ൽ 3 ആണ്. so we get the answer as 14/3 ohm. that is A as the answer. We can move with the 115, the last question. In a meter bridge, the balance length from the left end when standard resistance of 1 ohm is in right gap is found to be 20 centimeter. The value of unknown resistance is, അവിടെ നമുക്കറിയാം the simple relation is P/Q is equal to, that is L division by 100 minus L. എന്താണ് P എന്ന് പറയുന്നത്? So that P എന്ന് പറയുന്നത് ലെഫ്റ്റ് എൻഡിൽ 1 ohm ആണ് എന്നുള്ള കാര്യം ഓർക്കുക. The balance length from the left end when a standard resistance of 1 ohm is in the right gap. റൈറ്റ് ഗ്യാപ്പിൽ 1 ohm ആണ്. അപ്പോൾ P ആണ് അൺനോൺ റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കേണ്ടത്. സോ x/1 is equal to L is 20 centimeter. So 100 minus 20 become 80. So that is equal to 2/8 as 1/4. So x എന്ന് പറയുന്നത് we can say 1/4, that is equal to 0.25 ohm. That means A as the answer. So ഈ ഒരു സെക്ഷനെ ബേസ് ചെയ്ത് നമ്മുടെ വരുന്ന നീറ്റ് പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. കൃത്യതയോടെ തിയറി വായിക്കുകയും മാക്സിമം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് ഏറ്റവും നല്ല സ്കോറിലേക്ക് എത്തുവാൻ പറ്റൂ. ടേക്ക് കെയർ. ഗോഡ് ബ്ലസ് യു.